കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അത് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ഇപ്പം ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ പോകാനായിരിക്കും സുതിമോൾ റെഡിയായി നിൽക്കുന്നതെന്ന്. വേറെ ഒന്നുമല്ല, പിള്ളേരുടെ സ്കൂളിൽ പോവുകയാണ്. ഇന്നവിടെ ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേയിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അവിടെ. ആ കൂട്ടത്തിൽ അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമായി എനിക്കത്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ PTA മീറ്റിങ്ങിനാണേലും അല്ലെങ്കിൽ പിള്ളേർക്ക് ചോറ് കൊടുക്കാനാണേലും അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യങ്ങൾക്കാണേലും ഞാൻ എപ്പോഴും പോകുന്ന ഒരു സ്കൂളിൽ, പണ്ട് മുതലേ പോകുന്ന സ്കൂളിൽ അവിടെ ഒരു ഗസ്റ്റായിട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ ഈശ്വരെ പഠിച്ച സ്കൂളും കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അമ്മേനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറേ സന്തോഷമായി. ഇന്നലെ അമ്മ ചോറ് തരാനായിട്ട് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞങ്ങളുടെ കൂട്ടുകാരിമാരൊക്കെ പറഞ്ഞ് അയ്യോ സെലിബ്രിറ്റി ഇന്നെന്തിനാ വന്നത്, നാളെ വന്നാൽ പോലെ സെലിബ്രിറ്റി ഇന്ന വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നെ 17-ാം തീയതി പ്രോഗ്രാം എല്ലാം ഉണ്ടോ സുതിമോളെ, ഇല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഇങ്ങനെ കൺഫേം ആയി എനിക്ക് ഇതില്ല. ഞാൻ ചോറും കൊണ്ട് ചെന്നപ്പോഴാണ് എൻ്റെ ഫ്ലെക്സ് ബോർഡാണ് ചിരിച്ചുകൊണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. അപ്പോഴാണ് ഞാൻ ആ കൂടുതൽ അറിയണത്. പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് തന്നെ എത്തണമെന്ന് പറഞ്ഞപ്പോൾ വൈകിട്ട് 5:30 ആകുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മണിയാകാൻ പോണതുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ മുതൽ ഞാൻ അടുത്ത ബമ്പർശ്ശേരിയിലോട്ട് പോവുകയാണ്. അടുത്ത സ്റ്റാൻഡപ്പ് ആയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതും നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണേ. പിന്നെ കുറച്ച് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അത് പേഴ്സ് ഫാഷൻ ബൂട്ടിക്കാണ്. അത് ഞാൻ നിങ്ങൾക്ക് അറിയാതെ ഞാൻ കഴിഞ്ഞ ദിവസം തയ്ക്കാൻ കൊടുത്തായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ആ തയ്ച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്ന വീഡിയോ നാളെ എടുക്കുന്നതായിരിക്കും. നാളെ അല്ല, നാളെ കഴിഞ്ഞ്. നാളെ ഇപ്പോൾ നമ്മൾ പോകുന്ന ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും നാളെ വരാൻ പോകുന്നത്. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട്. എൻ്റെ രേഷയുടെ നാട്ടിൽ തന്നെ എനിക്കൊരു ഇങ്ങനെയൊരു ഫംഗ്ഷൻ വന്നതും എന്നെ വിളിച്ച്, പ്രത്യേകിച്ച് സ്കൂളിൽ, പിള്ളേരുടെ സ്കൂളിൽ വിളിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്ന സ്കൂളിനോട്, ചന്ദ്ര സ്കൂളിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് തന്നെയല്ല, ഞാൻ അവിടെ അതിപ്പോൾ എൻ്റെ കിളി പറന്ന് എങ്ങോട്ടോ പോയി. കാരണം സ്റ്റേജൊക്കെ പടപണ്ട സ്റ്റേജാണ്, വലിയ അവാർഡൊക്കെ നടത്തുന്ന പോലത്തെ സ്റ്റേജാണ്. ഭയങ്കര പുറത്തുള്ള സ്റ്റേജ്. അതായത് എന്നെ പറഞ്ഞ സ്റ്റേജിന് ഓപ്പൺ സ്റ്റേജ്, അങ്ങനത്തെ സ്റ്റേജാണ്. ഞാൻ കിളി പറഞ്ഞാണ് നിൽക്കേണ്ടത്. എന്ത് പറയണം, എങ്ങനെ പറയണം, എന്നത്തെ കാര്യം ലൈസൻസ് വിട്ടൊരു നാക്കാണ് എൻ്റെ. എവിടെയാണ് എവിടെ കൊള്ളുന്നത്, എവിടെയാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പം ഇതിനെ ഒരു വെള്ളികളൊന്നും വീഴാതെ നല്ല രീതിയിൽ പറഞ്ഞ് അവിടുന്ന് പോരാൻ പറ്റണ സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരിമാരൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അമ്മക്കൊക്കെ. അപ്പം അമ്മ ഇങ്ങനെ വന്നെന്ന് ആദ്യം ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ ഞങ്ങൾ പിന്നെ ചുമ്മാ പറയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നെയാണ് മനസ്സിലായത് അമ്മ ശരിക്കും പറഞ്ഞത്. അമ്മ ഫോട്ടോ അവിടെ ഫ്രണ്ടിൽ എല്ലാവരുടെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ. അപ്പോഴേക്കും അയ്യോ ദൈവമേ ഇത് അമ്മയാണ്, അമ്മ തന്നെയാണെന്നൊക്കെ ഞാൻ. അപ്പൊ പേരുണ്ടാവുമല്ലോ അടിയിൽ, എല്ലാവരുടെയും പേരൊക്കെ നോക്കി വന്നപ്പോ അമ്മയുടെ പേര് സുതിമോളെന്ന്. അപ്പൊ തന്നെ ദൈവമേ ശരിക്കും വിളിച്ചിട്ടുണ്ട് അപ്പൊ എന്നൊക്കെ വിചാരിച്ചു. അടിപൊളി, ഞങ്ങൾക്ക് നല്ല അഭിമാനം ഉണ്ട് അപ്പൊ അമ്മ സ്കൂളിൽ വരുന്നതിന്. തീർച്ചയായും എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ ചെന്ന് കുറച്ച് 2 കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സുണ്ടപ്പൻ ഇവിടെ ഒന്നുമില്ലാതെ തുണിപ്പൊന്നുമില്ലാതെ നടക്കുകയാണ്. അതുകൊണ്ടാണ് സുണ്ടപ്പനെ കാണിക്കാത്തത്. സുണ്ടപ്പനെ കാണിച്ചാൽ കോപ്പിറൈറ്റ് അടിച്ച് എൻ്റെ വീഡിയോ അപ്പുറം കണ്ടം വഴി പോകും. അതുകൊണ്ട് സുണ്ടപ്പനെ കാണിക്കുന്നില്ല. കുരുത്തേക്കാണ്ട് അങ്ങ് അറ്റമാണ്. കഴിഞ്ഞ ദിവസം ലൈവിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഭയങ്കര കുരുത്തക്കാടാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഞാൻ ഇരിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. നാളെ മുതൽ ഞാൻ ബമ്പർശ്ശേരി പോവുകയാണ്, സ്റ്റാൻഡപ്പിൽ പോവുകയാണ്. എല്ലാവരുടെയും എന്നെ സ്നേഹിക്കുന്നവരുടെ, എൻ്റെ അമ്മയുടെ അച്ഛന്മാരുടെ എല്ലാ സ്നേഹവും സംരക്ഷണവും പ്രാർത്ഥന എനിക്ക് വേണം. അപ്പോൾ ഞാൻ അങ്ങനെ അടുത്ത ബമ്പറിലോട്ട് പോവുകയാണ്. അപ്പോൾ ബമ്പർശ്ശേരിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നാളെ എത്തിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ വേറൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആലപ്പുഴയുള്ളൊരു കൊച്ച്, അത് അതിന് പേരോ ഡീറ്റെയിൽസോ ഒന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആലപ്പുഴയുള്ളൊരു കൊച്ചെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നത്. അപ്പം ആ കൊച്ച് ഇവളുമാർക്ക് ഒരു ഗിഫ്റ്റ് അയച്ചത് ബർത്ത്ഡേക്ക് അയച്ചതാണ്. പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ സാധനം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്ക് മേടിച്ച് കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു സാധനം, അവർ വേണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് നമുക്ക് ഈ പ്രാവശ്യം ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇതാണ് ഐറ്റം. 2 പേർക്കും ഉണ്ട് കേട്ടോ. അടിപൊളി വാച്ചാണ്, സൂപ്പർ വാച്ചാണ്, കമ്പനി വാച്ചാണ്. എനിക്ക് ഭയങ്കര ഇതിൻ്റെ കമ്പനി സൺഡ്രോപ്പോ, പേര് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ വാച്ച്. വാവേ വാച്ച് കിട്ടിയ സന്തോഷം പറയും. വാച്ച് കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതാരും അയച്ചതാണേലും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാച്ച് മേടിക്കണമെന്ന്, ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിരിക്കണായിരുന്നു.
പക്ഷെ പറഞ്ഞില്ല, പൈസകളൊക്കെ ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് കണ്ടത്. എന്തൊരു സന്തോഷമായിരുന്നു. പിന്നെ പേരും അഡ്രസ്സും ഒന്നും പറയുന്ന കൊച്ചു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. പിന്നെ ഇവർക്ക് മാത്രമല്ല കേട്ടോ, സുണ്ടപ്പൻ ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഇന്നലെ ഇട്ടു സുണ്ടപ്പൻ. ഒരു ചെരുപ്പും തന്നിട്ടുണ്ട്, അത് ഇരിപ്പുണ്ട്. അപ്പോൾ എന്താണേലും ഇത് മെയിനായിട്ട് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ രജിസ്റ്ററുടെ നാട്ടിൽ ചേട്ടായി പഠിച്ച സ്കൂളിൽ, എൻ്റെ മക്കൾ പഠിച്ച സ്കൂളിൽ അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹം എപ്പോഴും എനിക്ക് വേണം. കാരണം ഈ ചെറിയ കുടുംബം മുന്നോട്ട് പോകുന്നത് തന്നെ എല്ലാവരുടെ സ്നേഹം കൊണ്ട് സപ്പോർട്ടും കൊണ്ടാണ്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, നീ ലോൺ എടുത്താൽ നീ തന്നെ അടയ്ക്കണം, അത് നീ വല്ല കൂലിപ്പണിക്കും കൂടി എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ജോലിയാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. കാരണം യൂട്യൂബിൽ വീഡിയോ ഇടണം, പിന്നെ എനിക്ക് ബമ്പർശ്ശേരിയിൽ പോകണം. അപ്പോൾ എനിക്ക് ജോലിയുണ്ട് അത്യാവശ്യം. ഇതെൻ്റെ ജോലിയായിട്ട് ഞാൻ എടുത്തേക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ജോലി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റാൻഡപ്പ്, കഴിഞ്ഞ ദിവസം ന്യൂ ആയിട്ട് ഇറങ്ങിയ സ്റ്റാൻഡപ്പ് ദൈവം സഹായിച്ച് എല്ലാവരും ഏറ്റെടുത്തു. എനിക്ക് ഒത്തിരി നന്ദി ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ആ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്ന അനുസരിച്ചാണ് എനിക്ക് മുന്നോട്ടുള്ള വളർച്ചയും. അതുകൊണ്ട് എൻ്റെ ഇട്ട വീഡിയോ എല്ലാം തന്നെ മില്യൺ ആയിട്ടുണ്ട്, മിക്കതും മില്യൺ ആയിട്ടുണ്ട്. എന്നാലും മില്യൺ അടുക്കാറായിട്ടുണ്ട്. ആ ലെവലിൽ നിൽക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കാരണം എനിക്ക് അതിൽ ഒത്തിരി നന്ദിയുണ്ട്. പ്രേക്ഷകരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബിബിൻ ചേട്ടൻ എൻ്റെ ആ വീഡിയോ എടുത്ത്, ബിബിൻ ചേട്ടൻ്റെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആൾ ആണ്, എല്ലാവർക്കും അറിയാലോ. ബിബിൻ ചേട്ടൻ എൻ്റെ ആ വീഡിയോ എടുത്തിട്ട് പുള്ളിയുടെ ഇൻസ്റ്റ ഐഡിയിൽ, സ്വന്തം ഐഡിയിൽ അത് പോസ്റ്റ് ചെയ്ത്, അതും പോലെ സ്റ്റാറ്റസ് കിട്ടും. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടു. അത് അവർ കണ്ടിട്ട് പെട്ടെന്ന് എന്നെ വിളിച്ച് പറയുണ്ടായി. അപ്പോൾ സുധിമോളത് ഇങ്ങനെ ഒരു വീഡിയോ ബിബിൻ ചേട്ടൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി നോക്കുമ്പോൾ ശരിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ബിബിൻ ചേട്ടനെ പോലെ വലിയൊരു സിനിമാ നടൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് അവരുടെ മെയിൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിടത്തോളം കാലം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാൻ ഏറ്റവും സന്തോഷിച്ചാണ് നിമിഷം. കാരണം എനിക്ക് അത്രയും സന്തോഷമായിപ്പോയി. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ബിബിൻ ചേട്ടൻ അത് അക്കൗണ്ട്, അത് ഇൻസ്റ്റയിൽ മാത്രമല്ല ഫേസ്ബുക്കിൽ വേണ്ടിയിട്ടുണ്ട് ബിബിൻ ചേട്ടൻ. അതെനിക്ക് കണ്ടപ്പോൾ ഞാനിപ്പോൾ ബിബിൻ ചേട്ടൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ ഒന്ന് നോക്കിയേക്കാൻ നോക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ബിബിൻ ചേട്ടൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ബിബിൻ ജോർജ് എന്നാണ് അക്കൗണ്ട് പേര്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ബിബിൻ ചേട്ടൻ. എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട്, ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ബിബിൻ ചേട്ടൻ അടുത്ത്. കാരണം അന്ന് ആ സ്റ്റാൻഡപ്പിൽ നിന്ന സമയത്ത് എന്നെ അത്ര സപ്പോർട്ട് ചെയ്തതും എന്നെ അത്രയും ചേർത്ത് പിടിച്ചതും ബിബിൻ ചേട്ടൻ. അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക്. ആ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എൻ്റെ ചേച്ചി എല്ലാവരും സപ്പോർട്ടായിരുന്നു. ചേച്ചി ബിബിൻ ചേട്ടനും നസർക്കെ എല്ലാവരും സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇച്ചിരി എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഫീലായി എൻ്റെ കൂടെ നിന്നത് ബിബിൻ ചേട്ടനാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എന്നും ബിബിൻ ചേട്ടൻ കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട് ബിബിൻ ചേട്ടാ, ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒത്തിരി ആൾക്കും സുധിമോളെ ബിബിൻ ചേട്ടൻ നിന്റെ വീഡിയോ എടുത്തിട്ടോ, അടിപൊളി തകർത്തിട്ടോട്. ഞാൻ പിന്നെ സൂപ്പറാ. അന്ന് എനിക്ക് കോളിൻ്റെ കോളായിരുന്നു. അപ്പോൾ ബിബിൻ ചേട്ടൻ ഇട്ടതെന്ന് പറഞ്ഞപ്പം സാധാരണ ആൾക്കാർ സ്റ്റോറി സ്റ്റാറ്റസ് ഇടുമല്ലോ, ഇത് അങ്ങനെയല്ല. ചേട്ടൻ്റെ മെയിൻ അക്കൗണ്ടിലാണ് എൻ്റെ വീഡിയോ ഇട്ടത്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും വിളിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ, അവൾ വാക്കോട്ട് കൊടുക്കുന്നു, ഒറ്റ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വിജയ എന്നും കടപ്പെട്ടവളായിരിക്കും ഞാൻ വിജയ. താങ്ക് യു. വീഡിയോ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. താങ്ക് യു.